2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കുറേ എംപിമാർ രാജിക്കൊരുങ്ങുകയാണ്. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പേരായി ഉയർന്നു കേൾക്കുന്നത് വടകര എംപിയായ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിന് വീണ്ടും പാലക്കാട് അവസരമൊരുക്കിയാൽ വിജയിക്കാൻ കഴിയുമോ? വിജയിക്കാൻ കഴിയുന്നത് ഒരു കാര്യം വ്യക്തമാണ്. ഇത്രയധികം എംപിമാർ കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരിക്കലും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയുന്നില്ല. ഈ അവസരത്തിൻ്റെ ഇനിയും കിട്ടില്ല അവസരം എന്നുള്ള ആ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണുകൂടി അടിച്ചിരിക്കുകയാണ് വോട്ട് അധികാർ യാത്ര എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പ് ജാഥയുമായിട്ട് രാഹുൽ ഗാന്ധി നടന്നത്. അതിൻ്റെ ഉപോത്ബലകമായിട്ടുള്ള വസ്തുതകളെല്ലാം വ്യാജമാണെന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തെളിഞ്ഞു. 2-3 വോട്ടർമാർ 2 വോട്ട് ചെയ്തു എന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വലിയ പ്രസൻറ്റേഷൻ നടത്തി. പക്ഷേ അത് അദ്ദേഹം ആരെ കാണിച്ചു അവരെല്ലാം പറഞ്ഞു ഞങ്ങൾ 2 വോട്ടൊന്നും ചെയ്തു. ഈ മനുഷ്യൻ എന്തിനാ? കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ MLA സ്ഥാനത്തെ കുറിച്ചല്ല നിലവിൽ ചർച്ച ചെയ്യുന്നത്, അതെ മന്ത്രിസ്ഥാനത്തെ കുറിച്ചാണ്. അതിനെ വിജയിച്ച് കയറി 71 സീറ്റ് ലഭിച്ചാലേ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയും. അതെ, അപ്പൊ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് കിട്ടും എന്നുള്ള വിചാരത്തോടു കൂടി ചിലർ വരിക. അതിനുള്ള കളം ഒരുക്കുന്നുണ്ട്. ഇവർ കളം ആസൂത്രണം ചെയ്തൊരുക്കുന്നുണ്ട്. അതിന് ആവശ്യമായ കളം നമ്മൾക്കൊന്നും മനസ്സിലാവാത്ത ഭാഷയിൽ ഒരുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കളമൊരുക്കൽ എന്നുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് ആസൂത്രിതമായിട്ട്. അതുപോട്ടെ, ഈ MLA കൂട്ടത്തോടെ തിരിച്ച് പണ്ട് ഡൽഹിയിലേക്ക് പോവാം. MP എന്ന് പറഞ്ഞാൽ MLA-ക്കാൾ കൂടുതൽ സ്ഥാനവും മാനവും ഫണ്ട്, പ്രാദേശിക വികസന ഫണ്ട് കിട്ടുന്ന സ്ഥാനമാണെന്നും പറഞ്ഞ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്ന് അവർക്ക് ഒരു സ്വപ്നമുണ്ടായി, ഒരിക്കലെങ്കിലും കേന്ദ്ര മന്ത്രിസഭയിൽ സ്വാധീനം ചെലുത്തും. മന്ത്രിയായില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ചാൻസ് കുറവാണ്. മന്ത്രിസഭയിൽ ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുമല്ലോ. ഇപ്പോൾ അതൊന്നും പറ്റില്ല. അമിത്ഷായാണ്, അങ്ങോട്ട് അടുപ്പിക്കുകയില്ല. വലിയൊരു പ്രതിരോധ കോട്ടാണ്, ചൈന വൻമതിൽ പോലെ നിൽക്കുകയാണ്, അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആകെ നിരാശാഭരിതരാണ്. പാർലമെൻറ്റിലാണെങ്കിൽ നേരെ ചോദ്യം ചോദിക്കാനും അറിയത്തില്ല. പണ്ട് സ്കറിയ തോമസ് കോട്ടയം MP പോയതുപോലെയേ ഉള്ളൂ. അദ്ദേഹം ആകെപ്പാടെ ഒരു പ്രാവശ്യമാണ് പാർലമെൻറ്റിൽ എണീറ്റ് നിന്നത്. അത് അദ്ദേഹത്തിൻ്റെ മുണ്ടുരിഞ്ഞു പോയത് നേരെ കൊടുക്കാൻ വേണ്ടിയായി. എന്നൊരു ഫലിതമുണ്ട് എന്ന് പറയുന്ന പോലെ ഇവരൊന്നും ഒരു പ്രസൻസ് അവിടെ കാണിക്കുന്നില്ല. ഈ NK പ്രേമചന്ദ്രൻ ഒഴികെ അങ്ങനൊരു അവസ്ഥയും കൂടെ ഉണ്ട്. അവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസിൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ. ശശി തരൂരും അതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ MP, ഇവർ രണ്ടുമാണ് അവിടെ. പിന്നെ P സന്തോഷ് കുമാർ CPI-യുടെ, ഇവർ 3 അവിടെ കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നു. ജോൺ ബിട്ടാസ് പിന്നെ അത് പറയുന്നത് മുഴുവൻ ഈ രാഹുൽ ഗാന്ധിയെ പോലെ മഠയത്തരങ്ങളും വ്യാജവുമാണ്. അത് പിന്നെ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു MP അല്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് തിരിച്ചു പോരാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഒന്നുമില്ല ചെയ്യാൻ, ചൊറി കുത്തി ഈച്ചയടിച്ച് അവിടെ ഇരിക്കുക, അത് മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ സ്ഥാനമൊന്നും ഓർക്കില്ല. കേരളം ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ UDF ഇനി വീണ്ടും അധികാരത്തിൽ വരുന്നത്. അപ്പം മന്ത്രിസ്ഥാനം അത് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യും, ട്രെയിനിൻ്റെ ടിക്കറ്റ് ഡൽഹിക്ക് പോകാനും ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ടിക്കറ്റ്, അതുപോലെ മന്ത്രിസ്ഥാനം ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഷുവർ സീറ്റുകളുണ്ട് ചിലർക്ക്. ആ ഷുവർ സീറ്റുകളിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളെ മാറ്റണമല്ലോ, അതിനുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അവർ കോർട്ട് തയ്യാറാവുക. അങ്ങനൊരു സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അതിന് സമയമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ തെരഞ്ഞെടുപ്പ് വരിക. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല. കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റണമെന്ന അഭിപ്രായമുള്ള കോൺഗ്രസ് ആണോ മുസ്ലിം ലീഗാണോ അധികാരത്തിൽ വരാൻ പോകുന്നത്? അല്ല, മുസ്ലിം ലീഗ് വിചാരിച്ചാലും കോൺഗ്രസ് അധികാരം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗായിരിക്കും. മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് അധികാരത്തിൽ കേരളത്തിൽ ഒരിക്കലും വരാൻ പറ്റില്ല. മുസ്ലിം ലീഗ് പ്ലസ് കോൺഗ്രസ് എന്നുള്ള കോമ്പിനേഷൻ കൊണ്ടേ അധികാരത്തിൽ വന്നിട്ടുള്ളൂ. അല്ലാതെ അവരൊറ്റയ്ക്ക് ഒരിക്കലും അധികാരത്തിൽ വരാൻ സാധ്യത ഇപ്പോഴത്തെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. ഇനി 10 വർഷം കഴിഞ്ഞ് അവിടെ അണ്ണൻ ആരായിരിക്കും? അണ്ണൻ മുതിർന്നത് മുസ്ലിം ലീഗ്. അവിടെ അണ്ണൻ വരില്ല. മുന്നണി മര്യാദ എല്ലാവരും തുല്യരായിട്ട് വരും. മുസ്ലിം ലീഗും കോൺഗ്രസും ഏകദേശം തുല്യരായി കഴിഞ്ഞ തവണ തന്നെ. മുസ്ലിം ലീഗ് പറയുന്നത് കോൺഗ്രസ് കേൾക്കുക എന്നല്ലാതെ കോൺഗ്രസ് പറയുന്നത് മുസ്ലിം ലീഗ് കേൾക്കാറില്ലല്ലോ. ഇപ്പം തന്നെ അപ്പോൾ തുല്യമല്ല ശരിക്കും. ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ യജമാനൻ മുസ്ലിം ലീഗ് തന്നെയാണ്, യജമാനൻ. അപ്പം തുല്യത എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് സംഖ്യാബലത്തിലാണെങ്കിൽ തുല്യത അടുത്ത തവണയോടുകൂടി കൈവരിക്കപ്പെടും. അതിനടുത്ത തവണ വരുമ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് കോൺഗ്രസ് കേട്ടുകൊണ്ട് അവിടെ ഒതുങ്ങിക്കൂടി കഴിയണം. ബീഹാറിലും മഹാരാഷ്ട്രയിലും ഒക്കെ എങ്ങനെ കോൺഗ്രസ് ചെറിയ പിന്തുണ, ചെറിയ പാർട്ണർ ആവുന്നത് പോലെ, ജൂനിയർ പാർട്ണർ എന്ന് പറയും ഇംഗ്ലീഷിൽ, ആവുന്നത് പോലെ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് സംശയമില്ല. ഇപ്പോൾ മുസ്ലിം പ്രാതിനിധ്യം വേണം മന്ത്രിസഭയിൽ.
അതിലൊരാൾ മുസ്ലിം ആയിരിക്കണം കോൺഗ്രസ് കൊടുക്കുമ്പോൾ. പ്രീണനം നടക്കണ്ടേ? മുസ്ലിം ലീഗ് വഴി മാത്രമല്ല, ഇങ്ങനെയും പ്രീണനം നടക്കാൻ വേണ്ടി ഒരാൾ വേണം. അപ്പോൾ അതിന് പറ്റിയത് ഞാനാണെന്ന് വിചാരിച്ചിട്ട് പാലക്കാട്ടേക്ക് താങ്കൾ പറഞ്ഞ ആൾ വരാൻ വേണ്ടിയിട്ട് കുറച്ചു കാലമേ ഉള്ളൂ ഇത്രയും പണം. അപ്പോൾ അതിനുവേണ്ടി മത്സരം നടക്കുകയാണ് സിദ്ദിഖും ഷാഫി പറമ്പിലും തമ്മിൽ. അതെ, 2026 കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ആര് മന്ത്രിയാകുമെന്ന രീതിയിലുള്ള മത്സരം. സിദ്ദിഖ് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വലിയൊരു വിലപേശൽ നടത്തുന്നുണ്ട്. സിദ്ദിഖ് പക്ഷേ കഴിഞ്ഞ ദുരന്ത സമയത്ത് വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ച ആളാണ്. രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ പറയുക, വയനാട്ടിൽ വളരെ ശക്തമായ നിലപാടെടുത്ത് അവിടെ അദ്ദേഹം സ്വന്തം സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ ദുഃഖം ഏറ്റെടുത്ത ആളാണ്. നമുക്കത് സമ്മതിക്കാതിരിക്കാൻ തരമില്ല. രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ആയിക്കോട്ടെ, അതിനെന്താ. അദ്ദേഹത്തിന് പറ്റിയ സ്ഥാനം എന്ന് പറയുന്ന കൽപ്പറ്റ തന്നെയാണ്. ജനങ്ങളോടൊപ്പം നിന്ന് ആ കൽപ്പറ്റ അജയ്യനായിട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ സാധിക്കും. വെറുതെ ഒരു തർക്കത്തിന്, പാലക്കാടിന് വേണ്ടി ഒരു തർക്കത്തിന് പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അജയ്യനാണ് അദ്ദേഹം അവിടെ. അതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്റ്റഡി. പിന്നെ പാലക്കാടെന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന് പ്രിയപ്പെട്ട സ്ഥലവുമാണ്. അദ്ദേഹം ഇവിടെ അജയ്യൻ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു പ്രശ്നം വരുന്നത് അവിടുത്തെ MLA സ്ഥാനം ഒഴിയേണ്ടി വരും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം അങ്ങോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതേ ഉള്ളൂ സ്ഥാനാർത്ഥിയായിട്ട്. അതുകൊണ്ട് തന്നെ വടകരയിൽ വീണ്ടും ഇലക്ഷൻ വരും. അതാണ് വലിയ കോംപ്ലിക്കേറ്റഡായി. ഈ ദിവസവും ആഴ്ചകൾ കഴിയുന്തോറും ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്താനാണെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് താഴോട്ട്. ശരിക്കും അമേരിക്ക ഉണ്ടാക്കിയ ചുങ്കത്തിനേക്കാൾ വലിയൊരു ഗ്യാപ്പ് ആ വളർച്ചയിൽ ഈ തെരഞ്ഞെടുപ്പുകളുണ്ടാകും. സംശയമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് വേണ്ടെന്നല്ല, അനാവശ്യമായിട്ട് രാഷ്ട്രീയ ലാഭം കണക്കാക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരം രാഷ്ട്രീയ ചലനങ്ങളെ അത് നിരോധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ ഭരണഘടന പറയുന്നതനുസരിച്ച് ചെയ്തേ പറ്റൂ. 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഒരു ഭരണഘടനാ പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും. പക്ഷേ ഈ രാഷ്ട്രീയ ലാഭം നോക്കി, തന്നിഷ്ടം നോക്കിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക, എന്നിട്ട് ജനങ്ങളെ കളിയാക്കലാണ്. അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിട്ടു. 5 വർഷത്തേക്കാണ് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത്, 6 മാസത്തേക്കല്ല, 5 മാസത്തേക്കുമല്ല. അങ്ങനെ ഒരു ഗ്യാപ്പ്. ഇനി അസംബ്ലി വരുമ്പോൾ തിരിച്ചു പറയാമെന്ന് പറഞ്ഞല്ലല്ലോ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ആണോ? അങ്ങനെയല്ലല്ലോ. അല്ലെങ്കിൽ വടകരയിലേക്ക് പോയത് അങ്ങനെയായിരുന്നു? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് ജനങ്ങളോടുള്ള പ്രതിജ്ഞാലംഘനം തന്നെയായിട്ട് വരും. അത് വലിയൊരു പ്രശ്നം. അതാണ് പ്രശ്നം. ജയിക്കുന്ന സൗകര്യം നോക്കി ചെയ്തിരിക്കും. ഷാഫി പറമ്പിൽ മാത്രമല്ല, അടൂർ പ്രകാശ്, കൊടുക്കുന്നിൽ സുരേഷ്, ഇവരെല്ലാം ഈ മാതൃകകൾ അവലംബിച്ചിട്ടുള്ള ആൾക്കാരാണ്. കെ മുരളീധരനായി അങ്ങനെ ചെയ്തിട്ടില്ലേ? കെ മുരളീധരനും ചെയ്തിട്ടുണ്ട് അങ്ങനെ. അത് ജനങ്ങൾ പാഠം പഠിപ്പിച്ചല്ലോ. അത് പഠിച്ചു. 2 തവണ പരാജയപ്പെടുത്തി വീട്ടിലിരുത്തി. അതെ, ഞാൻ പറയുന്നത് ഈ MLA ആയിരിക്കുന്ന ഒരാളിനെ രാജിവെപ്പിച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് തെറ്റാണ്. ഒന്നാമത്തെ തെറ്റാണ്. പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മാറ്റി ജയിക്കാൻ സാധ്യതയുള്ളിടത്തേക്ക് മാറ്റുക എന്ന് പറയുന്നത് അത് ജനങ്ങളോട് ചെയ്യുന്ന, പാർട്ടിയോട് ചെയ്യുന്ന നീതിയായിരിക്കാം, പക്ഷേ ജനങ്ങളോട് ചെയ്യുന്ന അനീതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവാൻ വഴി. എക്സ്പീഡിയൻസി എന്ന് പറയും ഇംഗ്ലീഷ്. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ കേരളത്തിൽ പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഒരു മന്ത്രിയാവാൻ പോകുന്നില്ല. കാരണം എന്താ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കോൺഗ്രസിനകത്തെ അധികാരമോഹം അമിതമായിട്ട് വന്നിരിക്കുന്നു, അമിതമായി കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രീണനം എന്ന് പറയുന്നത് കോൺഗ്രസ് നയമായി സ്വീകരിക്കുമ്പോഴും എനിക്കാവണമെന്നുള്ള തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഫലപ്രദമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും വലിയ മാതൃക ഞണ്ടുകളെല്ലാം കൂടെ കൂട്ടമായിരിക്കുമ്പോഴുള്ള അവസ്ഥ. ആരെങ്കിലും മേൽപോട്ട് കയറാൻ തുടങ്ങുമ്പോൾ താഴെ ഇരിക്കുന്ന ഞണ്ട് അവൻ്റെ കാലിൽ പിടിച്ച് താഴോട്ട് പിടിക്കും. ഞാൻ ഏതെങ്കിലും വ്യക്തികളെ ഉദ്ദേശിച്ച് പറയാൻ സമയക്കുറവുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ആ പരിപാടി നടക്കുന്നതുകൊണ്ട് മിക്കവാറും ഈ ഒരവസ്ഥ തുടർന്നാൽ ഫലം 3ാം പിണറായി സർക്കാർ തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.